വേതന വർധനവടക്കം ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ മുടി മുറിച്ച് പ്രതിഷേധിച്ചു. രാപ്പകൽ സമരത്തിന്റെ 50ാം ദിവസമാണ് പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയത്. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വളരെ വേദനാജനകമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് അല്പസമയം മുൻപ് നമ്മൾ അവിടെ കാണുകയുണ്ടായത്. ഈ 50 ദിവസമായിട്ടും അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള യാതൊരു ഉത്തരവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ലെന്നാണ് അവരുടെ വാദം. ഹരിത, മുടി മുറിച്ചുള്ള സമരവും വലിയ രോഷപ്രകടനവും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആശാപ്രവർത്തകർ അവരുടെ സഹന സമരം തുടരുകയാണ്. ഇന്നിപ്പോൾ രാപ്പകൽ സമരം തുടങ്ങി 50ാം ദിവസവും നിരാഹാര സമരം തുടങ്ങി 12ാം ദിവസവുമായിരുന്നു. ആ രാപ്പകൽ സമരം തുടങ്ങി 50ാമത്തെ ദിവസമാണ് മുടി മുറിച്ചുള്ള പ്രതിഷേധം ആശാപ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത്. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സെക്രട്ടേറിയറ്റിലെ ഈ രാപ്പകൽ സമരവേദി സാക്ഷിയായത് എന്നുള്ളതാണ്. ആദ്യം തങ്ങളുടെ മുടി അഴിച്ചിട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ഒരു പ്രതിഷേധ പ്രകടനം ആശാപ്രവർത്തകർ നടത്തി. അതിനുശേഷം സമരവേദിയിലേക്ക് വന്ന് മുടി മുറിച്ച് പ്രതിഷേധിച്ചു. അതിനിടയിൽ തന്നെ 2 ആശാപ്രവർത്തകർ തലമുണ്ടനം ചെയ്താണ് അവരുടെ പ്രതിഷേധം, അവരുടെ സംഘടന പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ മുറിച്ച മുടിയുമായിട്ട് അത് സർക്കാരിന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധ പ്രകടനം വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി. വലിയ പങ്കാളിത്തമാണ് ഇന്നത്തെ സമരത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. BJP നേതാക്കളടക്കം യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരവേദിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ എല്ലാവരും തന്നെ വീണ്ടും അവരുടെ സഹന സമരം, രാപ്പകൽ സമരം തുടരുകയാണ് എന്നുള്ളതാണ്. എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. കൂടാതെ തന്നെ വലിയ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും ആശാപ്രവർത്തകർ ഇതിനോടകം തന്നെ അറിയിക്കുന്നുണ്ട്. ഈ മുടി മുറിച്ചുള്ള സമരം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് 2 ആശാപ്രവർത്തകർ തലമുണ്ടനം ചെയ്ത് സമരത്തിൽ കൂടുതൽ പങ്കാളികളായത്. അതിശക്തമായി അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നത് തലമുടി മുറിച്ചുള്ള പ്രതിഷേധമായിരുന്നു. എന്താ തലമുണ്ടനം ചെയ്യാനുള്ള കാരണം? തലമുണ്ടനം ചെയ്യാൻ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ ക്ഷമിച്ചു. ഇന്ന് 50 ദിവസമായി. 10ാം തീയതി മുതലേ ഈ 50 ദിവസവും ഞാൻ ഇവിടെ ഉണ്ട്. ഇത്രയും ഞങ്ങൾ ഭൂമിയോളം, ഞങ്ങൾ പെണ്ണുങ്ങൾ സ്ത്രീകളല്ലേ, ഇത്രയും ക്ഷമിച്ചില്ലേ? ഇനിയെങ്കിലും അല്പമെങ്കിലും ഒരു മനസാക്ഷി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം ഞങ്ങളോട്. അതിന്റെ എല്ലാ പ്രതിഷേധവും സങ്കടം, ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഷേധവും സങ്കടവും എല്ലാം കൊണ്ടാണ് ഞാൻ മുടി മുണ്ടനം ചെയ്തത്. ഇനിയെങ്കിലും ഒരു മനസ്സ് മാറ്റം വന്ന് ഞങ്ങളോടത്ത് വന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് പറയണം. അല്ലെങ്കിൽ ഇവിടെ വരാൻ നാണക്കേടാണെങ്കിൽ നമ്മുടെ നേതാക്കളെ വിളിച്ച് ഒരു നല്ല കാര്യം പറയണം. അതറിയാൻ വേണ്ടി മാത്രമാണ് ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് എന്ത് നടക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഞങ്ങൾ റോഡ് ഉപരോധിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഈ എല്ലാ ആശമാർക്ക് വേണ്ടി പറയുന്നതാണ്. ഞങ്ങൾ സ്വയം ഞങ്ങളെ തന്നെ ഇല്ലാതാക്കും. വലിയ നിരാശയുണ്ടോ, സങ്കടമുണ്ടോ? വലിയ നിരാശയും സങ്കടവും പറഞ്ഞ പറ്റില്ല. അത്രമാത്രം ഞങ്ങളുടെ നെഞ്ചിൽ താങ്ങുന്നില്ല. എന്റെ നെഞ്ചിൽ അത്രയ്ക്കും മാത്രം ഞങ്ങൾ ക്ഷമിച്ചിരിക്കണം. ഭൂമിയോളം ക്ഷമിച്ച് ഞങ്ങൾ മാക്സിമം പിടിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഞങ്ങൾ ഈർക്കിൽ പാർട്ടി എന്ന് പറഞ്ഞ്, പാട്ടപറക്കുകളെന്ന് പറഞ്ഞ്, പിന്നെ വൈറസുകളെന്ന് പറഞ്ഞ്, ഇനി എന്താ പറയാനുള്ളത്? സുരേഷ് ഗോപി സാറ് വന്നെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അനാവശ്യം പറഞ്ഞു. ഒന്നും പ്രതികരിച്ചില്ല. പ്രതികരിക്കാത്ത കാരണം ഞങ്ങൾക്ക് അത് ബലം കിട്ടണം. ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ബലമാണ് അവർ തരുന്നത്. അതുകൊണ്ട് ഇനി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വലിയ നിരാശയുണ്ട്, സങ്കടമുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയ പ്രതിഷേധവും അവർ ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതിൽ ഓണറേറിയം വർധനവ്, അത് അടിസ്ഥാനമായിട്ട് വേതന വർധനവ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. കേവലം 232 രൂപയിൽ നിന്ന് ഒരു വേതന വർധനവ് ഇനിയെങ്കിലും ആശാപ്രവർത്തകർക്ക് വേണ്ടേ എന്നുള്ള ചോദ്യം
ആരോഗ്യ വകുപ്പിനും സർക്കാരിന് മുമ്പിൽ അവർ വെക്കുന്നത്. ആ ചോദ്യത്തിനാണ് ഈ 50ാമത്തെ ദിവസവും മറുപടി കിട്ടാതെ ആശാപ്രവർത്തകർ വീണ്ടും അവരുടെ രാപ്പകൽ സമരവും നിരാഹാര സമരവും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരേണ്ടി വരുന്നത്. നിരാഹാര സമരം തുടങ്ങി 12 ദിവസത്തോളം എത്തുന്നു. പക്ഷേ ഇതിനിടയിൽ നിരവധി ആശാപ്രവർത്തകർ തളർന്ന് ആശുപത്രിയിലേക്ക് അവരെ മാറ്റേണ്ടതായിട്ട് വന്നു. അതിനിടയിൽ ഒരു തവണ പോലും ആരോഗ്യ വകുപ്പ് അവരുടെ ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ മുടി മുറിച്ച് പ്രതിഷേധിച്ചു. വിശദാംശങ്ങളാണ് ഇപ്പോൾ സൂര്യഗായത്രി നൽകി.